السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അടുത്ത 32ാമത്തെ കിതാബ് ഖദറിൻ്റെ രാത്രി, ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം, ഫളി ലൈലത്തുൽ ഖദരി. ഖദറിൻ്റെ രാത്രിയുടെ മഹത്വം, ഫളി ലൈലത്തുൽ ഖദരി. അല്ലാഹു തആല പറയുന്നു, തീർച്ചയായും നാം ആകുന്നു അത് ഇറക്കിയത്, അതായത് ഖുർആൻ, അൽ ഖദറിൻ്റെ, അതായത് വിധിയുടെ ദിവസം. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഖദറിൻ്റെ രാത്രി എന്താണെന്ന്? ആയത്ത് അങ്ങനെ തുടരുന്നു. ആ സൂറത്തിൻ്റെ അവസാനം വരെ, 97ാമത്തെ സൂറത്ത് 1-2 ആയത്തുകൾ. وقال الله تعالى إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر إلى آخر السورة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരൊക്കെ നോമ്പ് പിടിച്ചാൽ റമളാൻ മാസത്തിൽ ഏകാഗ്രതയോടെയും പൂർണ്ണ വിശ്വാസത്തോടെയും അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും, അങ്ങനെയാണെങ്കിൽ അവൻ്റെ സകല മുൻകാല പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടും. ആരെങ്കിലും ഖദറിൻ്റെ രാത്രിയിൽ, ലൈലത്തുൽ ഖദറിൽ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, അല്ലെങ്കിൽ നിന്ന് നമസ്കരിച്ചാൽ പൂർണ്ണ വിശ്വാസത്തോടെ, അതായത് ഈമാനോടെയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും ആണെങ്കിൽ അവൻ്റെ സർവ്വ മുൻകാല പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സ്വമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ്റെ അവസാനത്തെ 7 രാത്രികളിൽ ലൈലത്തുൽ ഖദറിന് വേണ്ടി നോക്കുന്നത്, അല്ലെങ്കിൽ കാത്തിരിക്കുന്നത്, ഇൽത്തിമാസി ലൈലത്തുൽ ഖദ്രി ഫിസ് സബഇൽ അവാഖിരി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, കുറച്ച് ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളാണ്. അവരുടെ രാത്രിയിലെ സ്വപ്നങ്ങളിൽ കാണിക്കപ്പെട്ടു ഖദറിൻ്റെ രാത്രി, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് റമളാനിലെ അവസാനത്തെ 7 രാത്രികളിൽ ആണ് എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറേ പേര് കണ്ടു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം ഒരുപോലെ ആയതുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരുമയിൽ ആയതുകൊണ്ട്, ഖദറിൻ്റെ രാത്രി, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് അവസാനത്തെ 7 രാത്രികൾ ആയിരിക്കും. ആരെങ്കിലും അതിന് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ റമളാനിൻ്റെ അവസാനത്തെ 7 രാത്രികളിൽ അതിനെ തേടിക്കൊള്ളുക. അപ്പോൾ ഒരുപാട് നല്ല മുസ്ലിങ്ങൾ, സഹാബാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്, അവർ കണ്ട സ്വപ്നം ആയതുകൊണ്ട് അത് സത്യമാണെന്നും അത് തന്നെ ആയിരിക്കുമെന്നും റസൂല് അതിനെ സപ്പോർട്ട് ചെയ്തു. അതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, ബാങ്ക് വിളിക്കുന്ന കാര്യം അങ്ങനെയായിരുന്നു. 2 സഹാബാക്കൾ ബാങ്ക് വിളിക്കുന്നുണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹും ആയിരിക്കണം. അതുപോലെ എങ്ങനെയാണ് ബാങ്ക് വിളിക്കേണ്ടത്, രാത്രി സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ റസൂലിനോട് ഒന്ന് പറഞ്ഞു, നിങ്ങൾ 2 പേരും കണ്ടതല്ലേ, അപ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ ആക്കാം. അങ്ങനെയാണ് ഈ ബാങ്ക് വിളി ഉണ്ടായത്. അതുപോലെ കുറേ സഹാബാക്കൾ ഒരുപോലെ സ്വപ്നം കണ്ടതുകൊണ്ട് അവസാനത്തെ 7 ദിവസങ്ങളിലായിരിക്കും ലൈലത്തുൽ ഖദ്ർ എന്ന് റസൂല് ഉറപ്പ് പറഞ്ഞു. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റിജാലൻ മിൻ അസ്ഹാബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊറു ലൈലത്തുൽ ഖദ്രി ഫിൽ മനാമി ഫിസ് സബഇൽ അവാഖിരി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറാ റുയാകും ഖദ് തവാത്തഅത് ഫി സബഇൽ അവാഖിരി കാന മുതഹരിയഹ ഫൽയതഹറഹ ഫി സബഇൽ അവാഖിരി. അബൂ സലമ വിശദീകരിക്കുന്നു, ഞാൻ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അദ്ദേഹം എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു, ഖദറിൻ്റെ രാത്രിയെ പറ്റി, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിനെ പറ്റി. ഞങ്ങൾ ഇഅ്തിഖാഫ് ഇരിക്കാറുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് പള്ളിയിൽ, മറ്റുള്ളവരിൽ നിന്നും മാറി. റമളാൻ മാസത്തിലെ 1/3 2-ാം ഭാഗത്തിലായിരുന്നു, അതായത് 11 മുതൽ 20 വരെയുള്ള നോമ്പിൽ ആയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരുന്നു ഇരുന്നത്. 20 റമളാൻ്റെ രാവിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്നു, എന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചു. എന്നോട് ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് അറിയിക്കപ്പെട്ടു, പക്ഷേ എന്നെ അത് മറപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാത്രികളിൽ അതിനെ തേടിക്കൊള്ളുക. അതായത് റമളാനിലെ 21, 23, 25, 27, 29 അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആ രാത്രികളിൽ ആയിരിക്കും. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു ചെളിവെള്ളത്തിൽ സുജൂദ് ചെയ്യുന്നത്, അത് ഒരു അടയാളം ആണ്. അങ്ങനെ ആരൊക്കെ എൻ്റെ കൂടെ 2-ാമത്തെ 10 ഇഅ്തികാഫിൽ ഇരുന്നോ പള്ളിയിൽ, അവരെല്ലാവരും അവസാനത്തെ 10 ഇഅ്തികാഫിൽ എന്നോടൊപ്പം തുടരേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നു പള്ളിയിലേക്ക്.
വലിയ ഇഅ്തികാഫിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് ആകാശത്ത് കാർമേഘത്തിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് കാർമേഘം വന്നു, എന്നിട്ട് മഴ പെയ്തു. എത്രമാത്രം പെയ്തു എന്ന് ചോദിച്ചാൽ മേൽക്കൂര ചോർന്ന് താഴേക്ക് വെള്ളം വീഴാൻ തുടങ്ങി. ആ മേൽക്കൂര പന ഓല കൊണ്ടുള്ള കൂര ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ നമസ്കരിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണിലെ ചെളിയിലും വെള്ളത്തിലും സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ മണ്ണ് ഇരിക്കുന്നതും ഞാൻ കണ്ടു സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം കൂടി ഉണ്ട്. നെറ്റിയിൽ നമ്മൾ സുജൂദൊക്കെ ചെയ്തിട്ട് എഴുന്നേക്കുമ്പോൾ ഇച്ചിരി പൊടിയൊക്കെ ഉള്ള സ്ഥലമാണ് ഈ എഴുന്നേക്കുമ്പോൾ തന്നെ തൂത്ത് കളയാൻ നടക്കരുത്. അവിടെ തന്നെ ഇരിക്കുക. നമസ്കാരം കഴിഞ്ഞിട്ടാണ് നെറ്റിയൊക്കെ തൂത്ത് കളയാവുള്ളൂ. അൻ അബി സലാമത ഖാല സഅൽതു അബാ സഈദിൻ വകാന ലീ സ്വദീഖൻ ഫഖാല ഇഅ്തകഫ്നാ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-അശ്റൽ ഔസത മിൻ റമളാൻ ഫഖറജ സബീഹത 20 ഫഖതബന വഖാല ഇന്നി ഉരീതു ലൈലത്തുൽ ഖദ്രി സുമ്മ ഉൻസിതുഹാ ഔ നുസിതുഹാ ഫൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിരി ഫിൽ വിത്രി വ ഇന്നി റഅയ്തു അന്നി അസ്ജുദ ഫീ മാഇൻ വതീനിൻ ഫമൻ കാന യതകഫ മയ്യ ഫൽയർജി ഫറജാന വമാ നറാ ഫിസ് സമാഇ ഖസാതൻ ഫജാഅത് സഹാബത്തുൻ ഫമطرت حتى سال سقف المسجد وكان من جريد النخل وأقيمت الصلاة فرأيت رسول الله صلى الله عليه وسلم يسجد في الماء والطين حتى رأيت أثر الطين في جبهته. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു, അത് പുലർന്നു. അതായത് ആ രാത്രിയിൽ ആയിരുന്നു ലൈലത്തുൽ ഖദ്ർ. മഴവെള്ളത്തിൽ ചെളിയിൽ സുജൂദ് ചെയ്യുന്നത് റസൂൽ സ്വപ്നം കണ്ടിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ അവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടി. നമുക്കും അങ്ങനെ ഒരെണ്ണം കിട്ടണേ റബ്ബേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖദറിൻ്റെ രാത്രിയിൽ ഈ ലൈലത്തുൽ ഖദ്ർ ഒറ്റപ്പെട്ട അവസാനത്തെ 10 റമളാൻ മാസത്തിൽ തിരയുന്നത് തഹരി ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി. ഇത് ഉബാദ ഇബ്ൻ അസ്സാമിത്തിൽ നിന്നാണ് ഈ വിശദീകരണം വന്നിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. ഫി ഉബാദ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ ഒറ്റപ്പെട്ട രാത്രികളിൽ തെരഞ്ഞുകൊള്ളുക, റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാത്രികളിൽ. അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്രി അൽ അവാഖിരി മിൻ റമളാൻ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു റമളാൻ മാസത്തിലെ 2ാമത്തെ 10. 20 രാത്രികൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ അതായത് അതുവരെ വീട്ടിൽ പോയില്ല എന്ന് വേണമെങ്കിൽ ഊഹിക്കാം. 21 ആയിരുന്നു പോയത്. ആ കൂടെ ഇഅ്തികാഫിൽ ഉണ്ടായിരുന്ന ആളുകളും അവരവരുടെ വീടുകളിലേക്ക് പോയി. അങ്ങനെ റമളാനിൽ ഒരിക്കൽ ആ ഇഅ്തികാഫ് എപ്പോഴാണോ ചെയ്തത് ആ റമളാനിൽ അവർ രാത്രി നമസ്കാരവും ചെയ്യാറുണ്ടായിരുന്നു. രാത്രിയിൽ അദ്ദേഹം വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം എല്ലാവരോടും സംസാരിച്ചു, അല്ലെങ്കിൽ പ്രസംഗിച്ചു. അള്ളാഹു എന്താണോ അദ്ദേഹത്തിനെ കൊണ്ട് പ്രസംഗിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചത് അത് പ്രസംഗിപ്പിച്ചു, അല്ലെങ്കിൽ അതെല്ലാം ഉത്തരവായി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ 2ാമത്തെ 10 ഇഅ്തികാഫിൽ ഇരുന്നു, ഇനി ഞാൻ 3ാമത്തെ 10 ഇഅ്തികാഫിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ മാസത്തിൽ. ആരൊക്കെ എന്നോടൊപ്പം ഇഅ്തികാഫിൽ ഇരുന്നുവോ ഏകാഗ്രതയോടെ ഒറ്റപ്പെട്ട്, തീർച്ചയായും അവരെല്ലാവരും കൂടണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണ് എന്ന് എനിക്ക് കാണിക്കപ്പെട്ടു. അപ്പോൾ എനിക്കറിയാമായിരുന്നു, പക്ഷെ ഞാനത് മറന്നു പോയി. അതുകൊണ്ട് നിങ്ങൾ അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാത്രികളിൽ അതിനെ തെരഞ്ഞുകൊള്ളുക ഈ റമളാൻ മാസത്തിൽ. ഞാൻ എന്നെ സ്വയം കണ്ടു സ്വപ്നത്തിൽ സുജൂദ് ചെയ്യുന്നതായിട്ട് ചെളിയിലും വെള്ളത്തിലും. അങ്ങനെ 21 റമളാൻ ആയപ്പോൾ ആകാശത്തിൽ കാർമേഘം കുമിഞ്ഞുകൂടി. എന്നിട്ട് മഴ പെയ്തു. മഴവെള്ളം മേൽക്കൂരയിൽ നിന്ന് ഒലിച്ച് താഴേക്ക് വീണു. മുസല്ലയിൽ നമസ്കരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മാതിരി പടവയും ഒന്നുമില്ല, പായുമില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസല്ലയിലൊക്കെ വെള്ളം വീണു. ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് നേരിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. രാവിലത്തെ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് മണ്ണുണ്ടായിരുന്നു, വെള്ളവും ഉണ്ടായിരുന്നു.
അപ്പോൾ അതായത് സുജൂദ് ചെയ്ത് നമസ്കരിക്കുകയും സുബഹി നിസ്കരിച്ച് വീട്ടിൽ പോകുന്നവരെ അത് തലയിൽ ഉണ്ടായിരുന്നു. 2027 ഹദീസിലും ഇത് ഉണ്ട്. عن أبي سعيد الخدري رضي الله عنه قال كان رسول الله صلى الله عليه وسلم يجاور في رمضان العشر التي في وسط الشهر فإذا كان حين يمسي من 20 ليلة تمضي ويستقبل 21 رجع إلى مسكنه ورجع من كان يجاور معه وأنه أقام في شهر جاور في الليلة التي كان يرجع فيها فخطب الناس فأمرهم ما شاء الله ثم قال كنت أجاور هذه العشر ثم قد بدا لي أن أجاور هذه العشر الأواخر فمن كان اعتكف معي فليثبت في معتكفه وقد أريت هذه الليلة ثم أنسيتها فابتغوها في العشر الأواخر وابتغوها في كل وتر وقد رأيتني أسجد في ماء وطين فاستهلت السماء في تلك الليلة فأمطرت فوقف المسجد في مصلى النبي صلى الله عليه وسلم ليلة 21 فبصرت عيني رسول الله صلى الله عليه وسلم ونظرت إليه انصرف من الصبح ووجهه ممتلئ طينا وماء. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ തേടുക. അൻ ആയിഷ റളിയല്ലാഹു അൻഹ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇൽതമിസു. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു റമളാനിൻ്റെ അവസാനത്തെ 10-ൽ. എന്നിട്ട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ലൈലത്തുൽ ഖദറിന് വേണ്ടി നോക്കുക അല്ലെങ്കിൽ അന്വേഷിച്ചു കൊള്ളുക അവസാനത്തെ 10-ൽ, റമളാൻ മാസത്തിലെ അവസാനത്തെ 10-ൽ. അൻ ആയിഷത ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജാവിറു ഫിൽ അശ്രി അൽ അവാഖിരി മിൻ റമളാന വയഖൂലു തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്രി അൽ അവാഖിരി മിൻ റമളാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ തേടുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ നോക്കുക റമളാൻ മാസത്തിലെ അവസാനത്തെ 10-ൽ. അതായത് 9 രാത്രികളോ അതല്ലെങ്കിൽ 7 രാത്രികളോ അതല്ലെങ്കിൽ 5 രാത്രികളോ ബാക്കിയുള്ളപ്പോൾ റമളാൻ മാസത്തിലെ അവസാനത്തെ 10-ൽ നിന്നും, അതായത് 21, 23, 25, 27, 29 റമളാൻ രാത്രി. عن ابن عباس رضي الله عنهما أن النبي صلى الله عليه وسلم قال التمسوها في العشر الأواخر من رمضان ليلة القدر في 9 تبقى في 7 تبقى في 5 تبقى. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10-ൽ ആകുന്നു റമളാൻ മാസത്തിൽ. ചിലപ്പോൾ അത് ആദ്യത്തെ 9 ദിവസങ്ങളിലാവാം അല്ലെങ്കിൽ അവസാനത്തെ 7 രാത്രികളിൽ ആവാം. ഇബ്നു അബ്ബാസ് കൂട്ടിച്ചേർക്കുന്നു, അതിനെ നിങ്ങൾ തേടിക്കൊള്ളുക 24 റമളാനിന്. അപ്പോൾ പല അഭിപ്രായങ്ങളുണ്ട് ലൈലത്തുൽ ഖദ്റിനെ പറ്റി. قال ابن عباس رضي الله عنهما قال رسول الله صلى الله عليه وسلم هي في العشر الأواخر هي في 9 يمضين أو في 7 يبقين يعني ليلة القدر. عن ابن عباس التمسوا في 24. അപ്പോൾ 24 റമളാനും ഉണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ അറിവ്, അതായത് ലൈലത്തുൽ ഖദർ എന്നാണ് എന്നറിയുന്നത്, അതിനെ തിരിച്ചെടുക്കപ്പെട്ടു. കാരണം 2 പേര് വഴക്ക് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ റസൂൽ ആ അറിവുമായിട്ട് വരുവാണ്, ഇന്ന ദിവസമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി. അപ്പോൾ കൃത്യമായിട്ട് ഒറ്റ ദിവസമാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം, കാരണം റസൂൽ അത് നമുക്ക് പറഞ്ഞു തരാൻ വരികയായിരുന്നു. അപ്പോൾ 2 പേര് വഴക്കിടുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ റസൂലിന് ദേഷ്യം വരും എന്തുകൊണ്ടായി, അത് മറന്നുപോയി. റഫഈ മാരിഫത്തി ലൈലത്തുൽ ഖദ്രി ലി തലാഹിന്നാസ്. ഉബാദ ബിൻ സാമിത്ത് വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു എന്നിട്ട് ഞങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ട് ലൈലത്തുൽ ഖദറിനെ പറ്റി. പക്ഷേ 2 മുസ്ലിങ്ങൾ അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു അവർ തമ്മിൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പുറത്തേക്ക് വന്നത് ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇന്ന ആളുകൾ അവിടെ നിന്ന് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്നും ആ വാർത്ത അല്ലെങ്കിൽ ആ അറിവ് ഉയർത്തപ്പെട്ടു, എടുക്കപ്പെട്ടു. ഇനി എൻ്റെ അടുത്ത് അതില്ല, അതായത് മറപ്പിച്ച് കളഞ്ഞു. പക്ഷേ ആ രാത്രി നിങ്ങളുടെ നന്മയ്ക്ക് ഉള്ളതാകുന്നു. അതുകൊണ്ട് അതിനെ 29, 27, 25 രാത്രികളിൽ റമളാനിൽ തേടിക്കൊള്ളുക. عن عبادة ابن الصامت قال خرج النبي صلى الله عليه وسلم ليخبرنا بليلة القدر فتلاحى رجلان من المسلمين فقال خرجت لأخبركم بليلة القدر فتلاحى فلان وفلان
فرفعت وعسى أن يكون خيرا لكم فالتمسوها في التاسعة والسابعة والخامسة. അവസാനത്തെ 10 ദിവസങ്ങളിൽ നന്മകൾ ചെയ്യുന്നത് റമളാൻ മാസത്തിൽ. അൽ-അമലി ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അവസാനത്തെ 10 ദിവസങ്ങൾ റമളാൻ മാസത്തിൽ അത് തുടങ്ങുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മുണ്ട് മുറുക്കി ഉടുക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അരപ്പട്ട മുറുക്കി കെട്ടാറുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ടായിരുന്നു എന്നാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. അദ്ദേഹം രാത്രിയിൽ മുഴുവൻ എഴുന്നേറ്റിരിക്കാറുണ്ടായിരുന്നു, എന്നിട്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും, അതായത് ഭാര്യമാരെയും എഴുന്നേൽപ്പിച്ച് ഇരുത്താറുണ്ടായിരുന്നു നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. കിടന്നുറങ്ങാൻ സമ്മതിക്കുമായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത് കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വഅഹ്യ ലൈലഹു വഅയ്ഖള അഹ്ലഹു. ഇതും ഒരു ചെറിയ കിതാബ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൽ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വത്തെ പറ്റി കുറച്ച് ഹദീസുകളാണ് കണ്ടത്. ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം, അന്ന് രാത്രിയിൽ നമസ്കരിച്ചാൽ നമ്മളുടെ സകല മുൻകാല പാപങ്ങളും പുറത്തു തരും എന്ന് നമ്മൾ കണ്ടു. ലൈലത്തുൽ ഖദറിനെ അവസാനത്തെ 7 രാത്രികളിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിനെ അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാത്രികളിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. 24 രാത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 9 ദിവസങ്ങളിലാവാം എന്ന് പറയുന്നുണ്ട്, അവസാനത്തെ 7 ദിവസങ്ങളിലാവാം എന്ന് പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദർ എന്നാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ 2 മുസ്ലിങ്ങൾ വഴക്കൂടുന്നത് കണ്ടപ്പോൾ ആ അറിവ് ഉയർത്തപ്പെട്ടു. അവസാനത്തെ 10 നന്മകൾ കൂടുതൽ ചെയ്യണം എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരപ്പട്ട മുറുക്കി ഉടുക്കാറുണ്ടായിരുന്നു, അതായത് മുണ്ട് മുറുക്കി ഉടുക്കാറുണ്ടായിരുന്നു, അതായത് കൂടുതൽ കഷ്ടപ്പെടാറുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.